നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു മൾട്ടിമീറ്ററും ഒന്ന് രണ്ട് ക്ലാം മീറ്ററുകളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെ ഉപയോഗത്തിൽ എന്ത് മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഇത് നമ്മുടെ സാധാരണ മൾട്ടിമീറ്റർ തന്നെയാണ്. ഇത് ഡിജിറ്റൽ ടൈപ്പ് മൾട്ടിമീറ്ററാണ്. ഇതിനകത്തുള്ളതൊക്കെ നമ്മുടെ ക്ലാം മീറ്ററുകളാണ്. ഇത് തമ്മിൽ ഉപയോഗത്തിൽ എന്ത് മാറ്റമുണ്ട്, ഏതാണ് നല്ലത്, ഉപയോഗിക്കാനുള്ള സൗകര്യം ഇത് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പല ബ്രാൻഡുകളുടെയാണ്. ഇത് എല്ലാം ഇതൊക്കെ പലതരം ക്ലാം മീറ്ററും മൾട്ടിമീറ്ററും. നോർമൽ യൂസിലെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയുള്ള യൂസൊക്കെ തന്നെയാണ്. പക്ഷേ ക്ലാം മീറ്ററിന് ഈ മൾട്ടിമീറ്ററിനെ അപേക്ഷിച്ച് കുറച്ച് പ്രത്യേക ഗുണങ്ങളുണ്ട്. അത് എന്താണെന്നും കൂടെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്ലൈമറ്റ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് നോയ്സ് കൂടുതലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാ മീറ്ററുകളിലും കൂടി നമുക്കൊരു പ്രോബ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ ക്ലാം മീറ്ററാണ്, നോർമൽ മൾട്ടിമീറ്ററാണ്. ഇതിനകത്ത് നമുക്ക് ഈ പ്രോബ് വരുന്നുണ്ട്. ഇത് അധികം വില വരുന്നതല്ല, ഇതൊരു 6-7 വർഷം മുന്നേ വാങ്ങിയതാണ്. എന്നാലും ഇപ്പോൾ വർക്കിംഗ് ആണ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഇതിൻ്റെ യൂസ് ക്ലാം മീറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പോൾ മൾട്ടിമീറ്റർ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. മൾട്ടിമീറ്ററിൽ നമുക്ക് സാധാരണ വോൾട്ടേജ്, AC, DC വോൾട്ടേജ്, ഓംസ്, റെസിസ്റ്റൻസ്, പിന്നെ മില്ലി ആംബിയർ, DC ആംബിയർ മാത്രം സാധാരണ മൾട്ടിമീറ്ററുകളിലൊക്കെ വരിക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചിലതിൽ കപ്പാസിറ്റൻസ് നമുക്ക് നോക്കാൻ പറ്റും. ഇതിനകത്ത് അത് പറ്റില്ല. ഇത് വില കുറഞ്ഞ ഒരു 500 രൂപ ഇതിന് വില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് നോർമൽ യൂസിനൊക്കെ തുടക്കക്കാർക്കൊക്കെ ഇത് ധാരാളം മതി. പക്ഷെ ക്ലാം മീറ്റർ ആകുമ്പോൾ നമുക്ക് AC കറണ്ട്, അതേപോലെ ഇതിൽ DC കറണ്ട്, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. 600 ആംബിയർ വരെയൊക്കെ കറണ്ട് നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ പറ്റും ക്ലാം മീറ്റർ ആകുമ്പോൾ. ഇതിങ്ങനെ ക്ലാം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലാമ്പാണ്. ഒരു വയറ് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് നമുക്ക് നോക്കാം. കണക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. DC ആയാലും എല്ലാറ്റിലും DC നോക്കാൻ പറ്റില്ല. AC ആണ് സാധാരണ ക്ലാം മീറ്ററുകൾ. കുറച്ച് വില കുറഞ്ഞതിലൊക്കെ AC കറണ്ടുകൾ നോക്കാനേ പറ്റുക. പക്ഷെ ഇതിനകത്ത് നമുക്ക് AC പ്ലസ് DC ഉണ്ട്. AC DC ഈ ക്ലാം മീറ്ററുകളിലെല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിൽ ക്ലാം മീറ്ററിന്റെ ഗുണം അതാണ്. നമ്മളൊരു ലൈവ് വയർ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ AC ആയാലും DC ആയാലും പോകുന്നുണ്ടെങ്കിൽ കണക്ഷൻ അഴിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് ഇങ്ങനെ നോക്കാം. അതുകൊണ്ടാണ് ഇതിനെ ക്ലാമ്പ് മീറ്റർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെയുള്ള തുറക്കാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ ക്ലാം മീറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ തുറന്ന് AC കറണ്ട് അളക്കാൻ വേണ്ടിയാണ് മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുക. കറണ്ട് നോക്കാം, ഇതിനകത്ത് കൂടെ കറണ്ട് എത്ര ആംബിയർ കറണ്ട് പോകുന്നുണ്ട് എന്ന് നോക്കാൻ. അത് നമുക്ക് ഇതിനകത്ത് പറ്റില്ല. ഇതിനകത്ത് പക്ഷെ നോർമൽ മൾട്ടിമീറ്ററിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കറണ്ട് നോക്കാം. DC കറണ്ട് അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ DC കറണ്ട് നോക്കുന്നത്. AC കറണ്ട് ഇതിൽ നോക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ നമ്മൾ കണക്ഷനൊക്കെ ഇതിലൊരു കോമൺ ഉണ്ട്, പിന്നെ ഓംസ് ഇതൊക്കെ നോക്കാനുള്ള ഈ പോർട്ട്. അപ്പോൾ 10 ആംബിയർ വരെ കറണ്ട് നമുക്ക് DC ഈ പോർട്ട് ഇതിൽ നിന്ന് അഴിച്ച് ഇങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് കറണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് കറണ്ട് 10 ആംബിയർ എന്നുള്ള ഇതിലേക്ക് ഈ സെലക്ടർ മാറ്റി നമുക്ക് ആവശ്യമുള്ള പോയിന്റിൽ വെച്ച് നമുക്ക് കറണ്ട് നോക്കാൻ പറ്റും. അതപ്പോൾ നമുക്ക് കണക്ഷൻ ഇതിനകത്തോടെ സീരീസ് ആയി കണക്ഷൻ കടത്തി വിട്ടുകൊണ്ടാണ് നമ്മൾ കറണ്ട് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. പിന്നെ നമ്മൾ ഈ റോട്ടറി നോബ് സെലക്ട് ചെയ്യാണ്. ഇത് സെലക്ടറാണ്. നമുക്ക് എന്താണ് നോക്കേണ്ടത്, വോൾട്ടേജ് ആണോ, ആംബിയർ ആണോ, ഓംസ് ആണോ, എന്ത് നോക്കണം, കണ്ടിന്യൂറ്റി നോക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു 2 വയർ തമ്മിലുള്ള കണക്ഷൻ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ച് അത് ഇതിൽ ഈ ഭാഗത്തേക്ക് മാറ്റിയിടണം. നമ്മളപ്പോൾ അത് കണക്ഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇതിൽ കണ്ടിന്യൂറ്റിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂറ്റി നോക്കാൻ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ ഒരു ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ഈ മൾട്ടിമീറ്റർ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ ഒരു വയർ ഉണ്ടെങ്കിൽ അതിന് 2 എൻഡ് നോക്കാം. അങ്ങനെ പല സാധനങ്ങളും, ഇപ്പോൾ റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഒരു ആംബിയർ എങ്ങനെ നോക്കാം. അപ്പൊ ആംബിയർ നോക്കണമെങ്കിൽ ഈ പോർട്ട് ഇങ്ങോട്ട് മാറ്റിയിടണം. ഇതിനകത്തേക്ക് 10 ആംബിയർ എന്നുള്ള ഇടുക. ഇതിൽ 10 ആംബിയർ ആംബിയറിന്റെ ഇതിലോട്ട് സെലക്ടർ മാറ്റിയിടാം. എന്നിട്ട് നമുക്കൊരു അപ്പോൾ DC മാത്രമേ ഇതിൽ നോക്കാൻ പറ്റുള്ളൂ, AC അല്ല. അപ്പോൾ DC ഇതിൽ എങ്ങനെ നോക്കാമെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമ്മളൊരു സാധാരണ ഒരു AA ബാറ്ററി ഒരു ബാറ്ററിയാണ്. ഇതിന്റെ വോൾട്ടേജ് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ AC വോൾട്ടേജ്, DC വോൾട്ടേജ്, ഇത് DCയുടെ സിമ്പിളാണ്, ഇത് AC വോൾട്ടേജ്, ഇവിടെ ഓംസ്, ഇത് ആംബിയർ, മില്ലി ആംബിയർ, 10 ആംബിയർ വരെയുള്ളത്. അപ്പോൾ ഈ സെലക്ടർ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് ബാറ്ററി എന്ന് പറയുന്നത് DC ആണ് കറണ്ട് വരുന്നത്. അപ്പോൾ DC 2 വോൾട്ട്, 20 വോൾട്ട്, 200 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം 1.5 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ 2 ഇടേണ്ട ആവശ്യമുള്ളൂ. 2 അല്ലെങ്കിൽ 20 ഇടാം. അപ്പോൾ 2 വോൾട്ടിൽ നമ്മൾ വയ്ക്കുന്നു. ഇത് മൈനസ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ മൈനസിൽ ബ്ലാക്ക് വരുമ്പോൾ വെച്ച് ഇത് ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൽ 1.58 വോൾട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് കൊടുക്കുകയാണെങ്കിലും അപ്പോൾ അത് മൈനസ് ആയിട്ട് കാണിക്കും, നെഗറ്റീവ് ആണെന്ന്. ഇപ്പോൾ ഇവിടെ -1.58 കാണിക്കുന്നത്. അതായത് ഇതിൽ പൊളാരിറ്റി മാറിയിട്ടുണ്ട്, പ്ലസ് മൈനസ്. DCക്ക് പൊളാരിറ്റി ഉണ്ട്, അപ്പോൾ പൊളാരിറ്റി ചേഞ്ച് ആയി എന്ന് കാണിക്കുന്നതാണത്. അപ്പോൾ അതേപോലെ ഇതിപ്പോൾ DC വോൾട്ടേജ് നോക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് AC വോൾട്ടേജ് നമുക്ക് ഇതിനകത്ത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് AC റേഞ്ചിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറണ്ട് സാധാരണ 230 വോൾട്ടേക്കാണ് വരിക. അപ്പോൾ 200 ഉണ്ട്, 600 ഉണ്ട്. അപ്പോൾ നമ്മളത് 600ലേക്ക് ഇടണം. 200 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ച് നമുക്ക് നേരിട്ട് ഇത് പ്ലഗിൽ കണക്ട് ചെയ്താൽ നമുക്കിതിൽ വോൾട്ടേജ് എത്രയുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ സാധാരണ പ്ലഗിൽ കറണ്ട് എത്രയുണ്ടോ എത്ര വോൾട്ട്, അപ്പോൾ 233 വോൾട്ട് നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് AC ആണോ DC ആണോ. അതേപോലെ നമുക്ക് ആംബിയർ നോക്കണമെങ്കിൽ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ കോമണും ഈ ഭാഗത്ത് വോൾട്ടേജ്, ഓംസ്, ആംബിയർ ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. ആംബിയറിന് മാത്രം ഈ പ്രോബിനെ നമ്മൾ ഈ കണക്ടർ ഇവിടെ നിന്ന് എടുത്ത് ഇതിലേക്ക് മാറ്റിയിടും. ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ നമുക്ക് ആംബിയർ അളക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു DC ബൾബ്, ഇതിപ്പോൾ AC യിൽ വർക്ക് ചെയ്യുന്നതാണ്, 6 വോൾട്ട് ഒരു ബൾബാണ്. അപ്പോൾ ഈ ബൾബ് ഒന്ന് നമുക്കിതിൽ കണക്ട് ചെയ്ത്, ഇപ്പോൾ 6 വോൾട്ടിന് നമ്മളൊരു അഡാപ്റ്റർ ഉണ്ട്, അഡ്ജസ്റ്റബിൾ വേരിയബിൾ ആണിത്. നമുക്ക് വോൾട്ടേജ് എത്ര 12 വോൾട്ട് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഈ അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇതിൽ എത്ര കറണ്ട് എടുക്കുന്നുണ്ട് ഈ ബൾബ് കത്താൻ നമുക്ക് DC. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ആംബിയറിലേക്ക് മാറ്റിയിട്ടു. ഇത് ഇവിടെ 10 ആംബിയർ എന്നുള്ളതുണ്ട്, മില്ലി ആംബിയർ ആണെങ്കിൽ അതിലും താഴെയുള്ളത്. അപ്പോൾ നമ്മൾ 10 ആംബിയറിന്റെ ഇതിലേക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഈ ബൾബ് നമ്മൾ സീരിയസ് ആയിട്ട് മീറ്റർ കൂടെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഇതിപ്പോൾ നേരിട്ട് നമ്മൾ ഇതിപ്പോൾ 3.6 വോൾട്ട് ആണ്. അപ്പോൾ നേരിട്ട് കണക്ട് ചെയ്താൽ ഈ ബൾബ് കത്തുന്നുണ്ട്. ഇത് 6 വോൾട്ട് ബൾബാണ്, അത് ഡിമായി കത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് കുറേശ്ശെ കൂട്ടുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ ബ്രൈറ്റ് ആയി വരും. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ അത് കൂട്ടാൻ പറ്റും. ഇതിപ്പോൾ 7 വോൾട്ടായി. അതിനനുസരിച്ച് ഇതിന്റെ ബ്രൈറ്റ്നെസ് കൂടും കുറയും ചെയ്യുന്നുണ്ട്. നമുക്കത് 12 വോൾട്ട് വരെ കൊടുക്കാം. അപ്പോൾ 12 താങ്ങില്ലേ ബൾബ്. അപ്പോൾ ഒരു 7-8 വോൾട്ട് ഒക്കെ ആണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇത് എത്ര കറണ്ട് എടുക്കുന്നുണ്ട് ഈ ബൾബ് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ കണക്ഷൻ ഒരു സൈഡ് പിടിച്ച് അത് ഈ മീറ്ററിനകത്ത് കൂടെ പാസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് അത് 0.4 ആംബിയർ ആണ്. ഇതിപ്പോൾ 5 വോൾട്ട് 6ന് താഴെയാണ്. അപ്പോൾ ഈ വോൾട്ടേജ് കൂട്ടുന്നവരും ഇതിന്റെ ആംബിയറും അതിലേക്ക് കൂടെ ഒഴുകുന്ന കറണ്ട് കൂടി വരും. ഇപ്പോൾ 7 വോൾട്ടായി, ഇപ്പോൾ 0.5 ആയി. അത് കുറയ്ക്കുകയാണെങ്കിൽ കുറഞ്ഞു വരുന്നതാണ്. 0.3, 5 വോൾട്ട് 4 വോൾട്ടൊക്കെ ആകുമ്പോൾ 0.3 ആയി. അപ്പോൾ ഈ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ആംബിയറും കൂടെ കൂടുന്നുണ്ട്. അതിൻ്റെ കൂടെ 0.5 വരെ അതിലും കൂട്ടിയാൽ ചിലപ്പോൾ ബൾബ് ഫ്യൂസ് ആയി പോകും. 6 വോൾട്ട് ബൾബാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് DC കറണ്ട് 10 ആംബിയർ വരെ നമുക്ക് ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണ എല്ലാ മൾട്ടിമീറ്ററിലും അങ്ങനെ തന്നെയാണ്. 10 ആംബിയറിൻ്റെ ഉള്ളിലുള്ള DC കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ഇതിലിങ്ങനെ കണക്ഷനൊക്കെ ഒരു ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ക്ലാം മീറ്റർ ആണെങ്കിൽ, ഇതിപ്പോൾ ക്ലാം മീറ്ററിലാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ മീറ്റർ ഓൺ ചെയ്യണോ. അപ്പോൾ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സെലക്ട് അമർത്തി നമ്മൾ മില്ലി വോൾട്ട്, ഇതിപ്പോൾ ആംബിയർ, ഇതിപ്പോൾ DC ആംബിയർ ആണ്. അപ്പോൾ അങ്ങനെ DC ആംബിയറിൽ അപ്പോൾ ഈ വയർ ഇതിൽ പോകുന്ന ഏത് വയറിൽ കണക്ട് ചെയ്താലും അത് അതിൽ ആംബിയർ കാണിക്കുന്നുണ്ട്. 0.4541 അതിലും കാണിക്കുന്നുണ്ട് 444 കണ്ടില്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ആംബിയറൊക്കെ നോക്കുക. ഇതുപോലെ കണക്ഷൻ ഒരു മാറ്റി അത് DC ആവണമെന്നല്ല, AC ആയാലും എന്തായാലും വെറുതെ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വയർ, ഈ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വയറിൽ എവിടെ കണക്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ റീഡിങ് ഉടനെ കിട്ടും. അപ്പോൾ അതെ ഇത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും എളുപ്പമുണ്ട്. ക്ലാം മീറ്ററിനും സാധാ മൾട്ടിമീറ്ററിനേക്കാളും വളരെ
എളുപ്പമാണ് യൂസ് ചെയ്യാൻ. സാധാരണ മൾട്ടിമീറ്ററിലുള്ള എല്ലാ ഫംഗ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വോൾട്ടേജ്, അത് എ സി, അതുപോലെ ഓംസ്, കപ്പാസിറ്റൻസ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ മൾട്ടിമീറ്ററിനകം കുറേ കൂടി കൂടുതൽ ഫംഗ്ഷൻ ഇതിന് വരുന്നുണ്ട്. അതല്ലാതെ മൾട്ടിമീറ്ററിൽ ഇല്ലാത്ത കുറേ അധികം ഫംഗ്ഷനുകൾ ക്ലാമ്പ് മീറ്ററിലും വരുന്നുണ്ട്. നമുക്കത് എക്സ്ട്രാ എന്തൊക്കെ വരുന്നുണ്ട്, നോർമലുള്ളതൊക്കെ നമ്മളിപ്പോൾ സാധാരണ എല്ലാറ്റിലും ഉള്ള എല്ലാ മൾട്ടിമീറ്ററിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. അതല്ലാതെ എക്സ്ട്രാ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ 2 ബ്രാൻഡിന്റെ ക്ലാമ്പ് മീറ്ററാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് ഒരെണ്ണം സെമിസ്റ്റോ എന്നൊരു ബ്രാൻഡ്, എല്ലാം ചൈനീസ് തന്നെയാണ്. പിന്നെ മറ്റൊന്ന് മസ്തോൾ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ. അങ്ങനെ 2 ബ്രാൻഡിന്റെ ക്ലാമ്പ് മീറ്ററുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് 3200 രൂപ വിലയുണ്ട്. ഇതൊരു 1.5 വർഷം മുന്നേ വാങ്ങിയതാണ്. ഇത് ഏകദേശം 1-1.5 വർഷത്തിനടുത്ത് തന്നെ ഇത് വാങ്ങിയിട്ട്. അതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന മസ്തോൾ എന്നുള്ള ഇതേ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ്. അതൊരു 6 വർഷത്തോളം ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ അതിന് ചെറിയ കംപ്ലൈന്റ് വന്നപ്പോൾ ഞാൻ അത് മാറ്റിയതാണ്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ഇലക്ട്രിക് ഫാൻസിൽ ഹൈ വോൾട്ടേജ് എന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് എന്തോ ഷോർട്ടായി, ഉള്ളിൽ എന്തോ ബ്രേക്കായി. പിന്നെ അത് പിന്നെ നോക്കാൻ പോയില്ല. പിന്നെ മസ്തോളിന്റെ തന്നെ വേറെ ഇങ്ങനെ 2 എണ്ണം വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാമ്പ് മീറ്ററിൽ നമുക്ക് ഈ വോൾട്ടേജ് ലൈൻ, AC, DC എല്ലാ വോൾട്ടേജുകളും ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിനകത്ത് ഓട്ടോ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഉണ്ട്. നമുക്ക് റേഞ്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ 2 വോൾട്ട്, 20 വോൾട്ട്, 200 വോൾട്ട് ഒക്കെ നമ്മൾ ഓരോ ആവശ്യത്തിന് നമ്മൾ ഇത് ഓരോന്നും സെലക്ട് ചെയ്യണം. പക്ഷെ ഇതിനകത്ത് അങ്ങനെയില്ല. ഇപ്പോൾ വോൾട്ടേജ് വെച്ചാൽ എത്ര വോൾട്ടേജ് ആയാലും പ്രശ്നമില്ല. ഈ ക്ലാമ്പ് മീറ്റർ അങ്ങനെ തന്നെയാണ്, ഓട്ടോ റേഞ്ച് ഉള്ളത് തന്നെയാണ്. പിന്നെ ട്രൂ RMS എന്ന് പറഞ്ഞാൽ ആക്യുറസിയും വളരെ കറക്റ്റ് ആയിരിക്കും. ഓട്ടോ റേഞ്ചും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഓരോ വോൾട്ടേജുകളോ റെസിസ്റ്റൻസ് ആയാലും പല പല റെസിസ്റ്റൻസ്, ഇതിലിപ്പോൾ 2 ആംപിയർ, 20 ആംപിയർ, 200 ഓംസ്, ഇതൊക്കെ ഇങ്ങനെ മാറ്റിയിടണം. പക്ഷെ ഇതിനകത്തൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു ഓംസിലിട്ടാൽ സെലക്ട് ചെയ്താൽ എത്ര ഓംസ് ആയാലും അത് പ്രശ്നമില്ല, ഓട്ടോ റേഞ്ച് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല പ്രോബുകളും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പ്രോബാണ് ഈ വരുന്നത്. കുറച്ച് ക്വാളിറ്റി ഇതൊക്കെ. ഇതൊരു 2600 രൂപയാണ് അതിൻ്റെ വില വന്നത്. അപ്പോൾ ഇതിലങ്ങനെ ആംസ് ഒക്കെ നോക്കുന്നത് ഈ ക്ലാമ്പ് വഴി ആയതുകൊണ്ട് ഇതൊന്നും ഇവിടെ മാറ്റിയിടുകയെ കണക്ഷൻ ഒരു ഈ കണക്ഷൻ കൊടുക്കുക, സീരീസ് ആയി കണക്ഷൻ കൊടുക്കുക ഒന്നും ആവശ്യമില്ല. ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇത് വെറുതെ ഓൺ ആക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് ഓട്ടോ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമൽ ഇതിപ്പോൾ ഒരു ബാറ്ററിയുടെ നമ്മൾ കൂടുതലും പല ഫംഗ്ഷനും ഈ ഓട്ടോ തന്നെ വരും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഇത് ഓട്ടോ ഫംഗ്ഷനുള്ള ഒരു മീറ്ററാണ്. വില കുറവാണെങ്കിലും ഇത് 1.52 വോൾട്ടേജ്. അതിപ്പോൾ DC വോൾട്ടേജ് ആണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വോൾട്ടേജ് 1.52 വോൾട്ടേജ് DC. അതിൽ DC ആണെന്ന് പറയുന്നുണ്ട്, വോൾട്ടേജ് ആണെന്ന് കാണിക്കുന്നുണ്ട്, 1.52 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ തന്നെ നമ്മൾ ഒന്നും മാറ്റാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ AC കണക്ട് ചെയ്താലും നമുക്ക് അതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡയറക്റ്റ് അങ്ങനെ നമ്മൾ AC കണക്ട് ചെയ്തു. 221 വോൾട്ട് AC ആണ്, അതിൻ്റെ ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കാണിക്കുന്നത്. അതാണ് ഓട്ടോ റേഞ്ചിൻ്റെ. അപ്പോൾ നമ്മൾ AC DC സെലക്ട് ചെയ്യാൻ ഒന്നും ആവശ്യം വരുന്നില്ല. അതുപോലെ കണ്ടിന്യൂറ്റി നോക്കണമെങ്കിൽ ഡയറക്റ്റ് വയറിൻ്റെ 2 എൻഡ് നമ്മൾ ഇതിനകത്ത് വെച്ച കണ്ടിന്യൂറ്റി, ഇതിപ്പോൾ കണ്ടിന്യൂറ്റി അതും ഓട്ടോ റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ വയറ് കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു വയർ നമ്മളെടുത്തു അതിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ വെറുതെ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് കാണിക്കുന്നു. ഈ ക്ലാമ്പ് മീറ്റർ അങ്ങനെ ഓട്ടോ റേഞ്ച് അല്ല, നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യണം. ഇത് പക്ഷേ ഓട്ടോ റേഞ്ചും കൂടെ ആണ് വരുന്നത്. ഓട്ടോ റേഞ്ച് ആണ് സെലക്ഷൻ. ഇത് ഓട്ടോ ഇല്ല ഫംഗ്ഷൻ, ഇതിനകത്ത് ഓട്ടോ ഫംഗ്ഷൻ ഇല്ല. ഇത് പക്ഷേ ഓട്ടോ ഫംഗ്ഷൻ കൂടെ ഉള്ളതാണ്. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. എല്ലാ ഫംഗ്ഷനും നമുക്ക് മാനുവൽ ബട്ടൺ അമർത്തി നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ ഒരു ലൈനിൽ കറണ്ട് ഉണ്ടോ, NCV എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഓരോന്ന് നമ്മളിപ്പോൾ മാറ്റുമ്പോൾ ഇതിപ്പോൾ ഓട്ടോ കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്കിതിപ്പോൾ വോൾട്ടേജ്, ഡയോഡ്, ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഈ ഒരു ഒറ്റ ഫംഗ്ഷൻ. ഇതിപ്പോൾ കപ്പാസിറ്റൻസ് നോക്കാം. നമുക്ക് ഇപ്പോൾ ഒരു കപ്പാസിറ്റർ, ഇപ്പോൾ പല ടൈപ്പ് കപ്പാസിറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കപ്പാസിറ്റൻസ് എത്രയുണ്ട് എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഈ കപ്പാസിറ്റർ മോഡ് ഒന്ന് സെലക്ട് ചെയ്യണോ. ഇതിനകത്ത് വെച്ചാൽ ഇതിപ്പോൾ
മൈക്രോ ഫാരഡ് ആണ്. 10 MFD കപ്പാസിറ്റർ ആണിത്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ കുറവുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതിൽ $10.2 ഇത് മൈക്രോ ഫാരഡ് അത് കാണിക്കുന്നുണ്ട്. അതും അതിനകത്തും അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണിക്കും. ഇത് പെട്ടെന്ന് തന്നെ അധികം താമസമൊന്നും വരുന്നില്ല. 10.25. അപ്പം അതുപോലെ ഇതിപ്പോൾ 2.25 ആണിത്. ഇതിപ്പോൾ പഴയതാണ്. അപ്പോൾ നമ്മളൊരു കപ്പാസിറ്റർ അതിപ്പോൾ വീക്കായോ മാറ്റേണ്ട സമയമായോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ 2.4 ഇത് 2 ഉള്ളൂ ഇത്. അപ്പോൾ അത് കുറച്ച് വീക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഡീറ്റെയിലൊക്കെ നമുക്കറിയാൻ നമുക്ക് ഇങ്ങനത്തെ കപ്പാസിറ്റൻസ് അളക്കാനുള്ള പ്ലാമീറ്ററോ മൾട്ടിമീറ്ററോ നമ്മുടെ കപ്പാസിറ്റൻസും കൂടി ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൽ NCV എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇത് മില്ലി വോൾട്ട് ആണ് വരുന്നത്. AC DC ഇതിപ്പോൾ ആംബിയർ, നമ്മളിപ്പോൾ ആംബിയർ നോക്കി. അതേപോലെ തന്നെ ഇതിപ്പോൾ ലൈവ് വയർ. അപ്പോൾ നമ്മൾ ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് കറണ്ട് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണേ അതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇതിലും നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പവർ നമ്മൾ ഓണാക്കി ഇതിപ്പോൾ ഒരെണ്ണത്തിൽ നോക്കുമ്പോൾ ഇൻഡിക്കേറ്ററോട് ബസർ അടിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഇത് ലൈവാണ്. ഇതിനകത്ത് ഇപ്പോൾ ടെസ്റ്റിൽ കറണ്ട് ഉള്ളതായിട്ട് കാണിക്കുന്ന അതേത് തന്നെയാണ്. അതിപ്പോൾ ഇതിലേത് പ്രോബ് ടച്ച് ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഇത് ന്യൂട്രലാണ്, ഇത് ഫേസ് ആണ്. നമുക്ക് ഇതിൽ അറിയാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ അതിൽ വരുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഇതിനകത്ത് ഇപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ കാണിക്കാം. അതേപോലെ തന്നെ ഇത് NCV എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും കൂടി ഇതിനകത്തുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ടച്ച് ചെയ്യാതെ ഇതിപ്പോൾ നമ്മൾ ടച്ച് ചെയ്തപ്പോഴാണ് നേരത്തെ കറണ്ട് ഉള്ളതായിട്ട് അറിഞ്ഞത്. ഇതിനകത്ത് ഇപ്പോൾ ടച്ച് ചെയ്യാതെ ഒരു വയറിനകത്ത് ഇതിനകത്ത് സപ്ലൈ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ഈ വയറിനകത്തൊക്കെ കറണ്ട് വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് പോയാൽ മതി. ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലൈവ് വയറാണോ? അപ്പോൾ ഇതിനകത്തേക്ക് കറണ്ട് വരുന്ന വയറാണ്. അപ്പോൾ പല കേബിൾ വയറുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് നോൺ കോണ്ടാക്റ്റീവ് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാനാണ്. കണ്ടില്ല? അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് കൂടുതൽ നമുക്ക് ലൈവ് വയർ അറിയാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് പിന്നെ ഒരു തെർമോകപ്പിൾ കണക്ടർ ഉണ്ട്. അത് കണക്ട് ചെയ്താൽ നമുക്കിതിൽ ടെമ്പറേച്ചറും മെഷർ ചെയ്യാനും ഇതിനകത്ത് പറ്റും. ഇപ്പോൾ ലൈവ് കഴിഞ്ഞ അടുത്ത് ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 23 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അത് നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. ഇതല്ലാതെ നമുക്കിപ്പോൾ എന്തെങ്കിലും ലിക്വിഡിനകത്ത് എന്തെങ്കിലും കെമിക്കലോ ലിക്വിഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരു തെർമോകപ്പിൾ ഒരു കണക്ടർ ഇത് സെൻസർ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്താൽ നമുക്ക് ആ ലിക്വിഡിനകത്ത് ഇത് ഈ തല ഇറക്കി വെച്ച് നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് മെഷർ ചെയ്യാനും നമുക്ക് ടെമ്പറേച്ചറും മെഷർ ചെയ്ത് ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടി വരുന്നത് കാണാം. നമ്മൾ ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കയറി വരുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ കൈ എടുത്താൽ അത് വീണ്ടും കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ സെൻസറാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ 25 വീണ്ടും താഴ്ന്നു വന്നത്. ഇപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് അത് കയറി വരുന്നതാണ്. ഇത് ഫാരൻഹീറ്റും കാണിക്കുന്നുണ്ട്, സെൽഷ്യസും 2 യൂണിറ്റിലും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിട്ട് ഇതിലിപ്പോൾ തണുത്ത ഫ്രിഡ്ജിൽ കുറച്ച് തണുത്ത വെള്ളമാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ ഇപ്പോൾ അന്തരീക്ഷത്തിൽ അതിപ്പോൾ 22 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ തണുത്ത വെള്ളത്തിലിടുമ്പോൾ അത് ഇത് 11 ഡിഗ്രി ആണ്. ഇതിപ്പോൾ കുറച്ച് തണുത്ത വെള്ളമാണ്. ഇപ്പോൾ വീണ്ടും എടുക്കുന്നു നമ്മൾ ചൂടുവെള്ളത്തിൽ ഇപ്പോൾ അത് ഇപ്പോൾ ചൂടുവെള്ളത്തേക്ക് ഇപ്പോൾ ഇത് 57 ഡിഗ്രി ചൂടാക്കിയ വെള്ളമാണ് അത്. ഇപ്പോൾ 70 ഡിഗ്രിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇതങ്ങനെ ഒരു 1000 ഡിഗ്രി വരെ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാമെന്നാണ് ഇതിൽ മാനുവലിൽ പറയുന്നത്. അത്രയും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്തുള്ള ടെമ്പറേച്ചർ ഫ്രീസറൊക്കെ നേരെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ അറിയണമെങ്കിൽ ഈ സെൻസർ മാത്രം ഇതിനകത്തേക്ക് കടത്തി വെച്ചാൽ മീറ്റർ പുറത്ത് വെച്ചാൽ മതി.
അപ്പൊ നമുക്ക് അങ്ങനെ ടെമ്പറേച്ചർ ആൾക്ക് അതുപോലെ കാറിന്റെ AC അതിന്റെ കൂളിംഗ് ഒക്കെ കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാം മീറ്റർ ഉണ്ടെങ്കിൽ അതിപ്പോ ഈ മീറ്ററിനകത്തും വരുന്നുണ്ട്. ഇതേ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. ക്ലാം മീറ്റർ പലയിലും വരുന്നതാണ്. അപ്പൊ അത് സാധാ മൾട്ടിമീറ്ററിലെ ഫംഗ്ഷനൊന്നും വരുന്നില്ല. അപ്പൊ ഇത് കുറച്ച് വില കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഉപയോഗങ്ങൾ ഇതിൽ നടക്കും ക്ലാം മീറ്റർ ആകുമ്പോൾ. പിന്നെ നമുക്കിത് ഇപ്പോൾ അതുപോലെ ഇപ്പോൾ DC കറണ്ട്, ഇതിപ്പോ ഈ രണ്ടും സാധാരണ ക്ലാം മീറ്ററുകളിൽ ഒക്കെ AC മാത്രമേ കറണ്ട് അളക്കാൻ പറ്റുള്ളൂ. അപൂർവം സെലക്ട് നമ്മൾ വാങ്ങുമ്പോൾ സെലക്ട് ചെയ്യണം DCയും കൂടെ ഉണ്ടോ എന്ന് നോക്കണം. ഇതിനകത്ത് രണ്ടിനകത്ത് ഇത് DCയും കൂടെ ഫംഗ്ഷൻ ഉള്ളതാണ്. വോൾട്ടേജ് സാധാരണ എല്ലാവരും DC വോൾട്ടേജ് ഉണ്ടാവും, പക്ഷെ കറണ്ട് AC മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ 2 മീറ്ററും ഇത് 2, 3 ഇതെല്ലാം DCയും കൂടെ മെഷർ ചെയ്യാവുന്ന ക്ലാം മീറ്ററുകളാണ്. ഇവിടെ നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നോയ്സ് കുറച്ച് കൂടുതലായിരിക്കും. എന്നാലും നമുക്ക് ഇതിന്റെ മറ്റൊരു ഫംഗ്ഷനും കൂടെ കാണിക്കാം. NCV നേരത്തെ പറഞ്ഞു, നോൺ കോണ്ടാക്ട് ആയിട്ട് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാന്ന്. അപ്പൊ ഇവിടെ ഒരു സീരിയൽ ബൾബ്, ഈ ഡെക്കറേഷന് ഉപയോഗിക്കുന്ന ഒരു സീരിയൽ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണക്ഷൻ കൊടുത്താൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മീറ്റർ വളരെ എളുപ്പത്തിൽ പറ്റും. ഇത് LED ബൾബ് അല്ല, സാധാരണ ഫിലമെന്റ് പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ടൈപ്പ് ബൾബ്. LED ആകുമ്പോൾ DC അത്ര നന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് സാധാരണ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ നമുക്ക് വിഷമമൊന്നുമില്ല. ഓരോ ബൾബിൽ കറണ്ട് എവിടെയൊക്കെ വരുന്നുണ്ട് എവിടെ വരുന്നില്ല എന്ന് നോക്കിയാൽ നമുക്കിപ്പോ ഈ ബൾബിൽ കറണ്ട് വരുന്നുണ്ടോ ഇല്ല എങ്കിൽ അതിന് മുമ്പിലത്തെ ബൾബിൽ, ഇങ്ങനെ ഓരോ ബൾബായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത്രയൊന്നും, അപ്പൊ അങ്ങനെയാകുമ്പോൾ പല ബൾബുകൾ അഴിച്ചഴിച്ച് നോക്കണം ഓരോന്നായിട്ട്. അതല്ലാണ്ട് ഇപ്പൊ NCV എന്ന് പറഞ്ഞ ലൈൻ ടെസ്റ്റും വരുന്നുണ്ട്. അപ്പൊ കറണ്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കും അത്. പക്ഷെ ഇത് അത്ര ആക്യുറേറ്റ് അല്ല. എവിടെ തൊട്ടാലും നമ്മുടെ ബോഡി എവിടെ തൊട്ടാലും ഇത് കത്തുന്നുണ്ട്. അപ്പൊ ഇത് അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഏത് വയറിൽ നോക്കിയാലും ഇപ്പൊ ഇവിടെ വരുന്നില്ല, ഇതിലിപ്പോ വലിയ കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെ ബ്രേക്ക് എന്നുള്ളത് നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. പക്ഷെ അത് എന്നാലും അത്രയും അങ്ങോട്ട് മുഴുവൻ ആക്യുറേറ്റ് അല്ല. പിന്നെ വരുന്നത് ഒരു NCV ടെസ്റ്റ് വരുന്നുണ്ട്. ഇത് തപ്പാരിയ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. അപ്പൊ അതിനകത്ത് നമുക്കിങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ വയറിൽ ടച്ച് ചെയ്താൽ അതിൽ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ ടച്ച് ചെയ്യുന്ന വയറിൽ ഇതിൽ ഇൻഡിക്കേഷൻ കാണാം. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇല്ല. അപ്പൊ ഈ പരിസരത്താണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് നമുക്ക് ഓരോ വയറിൽ നോക്കുമ്പോഴും തിരിച്ചറിയുന്നുണ്ട്. ഇതില് കണ്ടില്ലേ, ഇവിടെ വരുന്നില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ബൾബില് വരെ വരുന്നുണ്ട്, ഇതിൽ നിന്ന് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഈ ഒരു ബൾബിനാണ് ഇതിന്റെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടില്ലേ, ഇതില് ഈ വയറിലൊന്നും കറണ്ട് വരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. തപ്പാരിയത് 100 രൂപ ആ വിലയെ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ വയറിങ്ങിന്റെ ഉള്ളിൽ പോകുന്ന വയർ, പല മൾട്ടികോർ വയർ പോകുന്നുണ്ട്. അതിൽ ഏതിലാണ് കറണ്ട്, ഫേസ് ലൈൻ ഏതാന്നൊക്കെ കണ്ടുപിടിക്കണേ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി ആ വയറിൽ ടച്ച് ചെയ്ത കറണ്ടുള്ള വയറാണോ ലൈവ് വയറാണോ അല്ലെന്ന് കണ്ടുപിടിക്കാത് നല്ലൊരു സാധനം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തും ഈ NCV ഫംഗ്ഷൻ നമ്മൾ ഓണാക്കിയ NCV EMF ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോന്ന്. അപ്പൊ ഇതില് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇതിന്റെ പരിസരത്ത് എവിടെ കൊണ്ടുപോയാലും ഇതിലൊക്കെ കറണ്ട് ഉണ്ട്. വേണ്ടില്ല, ഇവിടെ കറണ്ട് ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. ഇവിടെ ഒന്നും കറണ്ട് ഇല്ല, പക്ഷെ ഈ ലൈനിൽ കറണ്ട് ഉണ്ട്. ഇത് ബസറും കൂടെ അടിക്കുന്നുണ്ട്, ഈ ലൈൻ ഇത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബൾബിന് തന്നെയാണ് പ്രശ്നം കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ബൾബ് ഒന്ന് തുറന്നു നോക്കാം അതിനെന്താ പ്രശ്നം എന്നുള്ളത്. ഈ ബൾബിലാണ് ഈ വയറിൽ കറണ്ട് വരുന്നത്, ഈ വയറിൽ വരുന്നില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ഒരു ബൾബാണ് ഉള്ളത്. ഈ ബൾബ് തുറന്നാൽ ഈ ബൾബും കൂടെ വ്യത്യാസം നോക്കിയാൽ കാണാം. ഇതിങ്ങനെ പുക പിടിച്ച പോലെ ഇരിക്കണ്ട. അപ്പൊ ബൾബ് ഫ്യൂസായ ബൾബാണത്. ഇതിപ്പോ സാധാരണ ബൾബ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ബൾബിൽ കളറിൽ തന്നെ വ്യത്യാസം നമുക്ക് അറിയണ്ട. അപ്പൊ ഇതിനൊന്ന് പതുക്കെ ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കിയാൽ ഇത് ആ ബൾബ് ഷോർട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബൾബിന്റെയാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കംപ്ലൈന്റ്. നമുക്ക് ഇതല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് വെച്ച് നോക്കി, സാധാരണ ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ അതിപ്പോ ഈ ഭാഗത്ത് കറണ്ട് ഉണ്ട്, ഇവിടെ കറണ്ട് ഇല്ല, നോർമൽ ടെസ്റ്റ് ഇല്ല. അപ്പോൾ ഈ ബൾബിന് തന്നെയാണ് പ്രശ്നം.
പിന്നെ മുമ്പിലത്തെ ബൾബിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും കറണ്ട് ഉണ്ട്, ഇവിടെയും രണ്ട് സൈഡിലും ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബൾബിന് കുഴപ്പമില്ല, ഇതിലൊരു ഭാഗത്തേ ഉള്ളൂ. അതിൻ്റെ അടുത്ത ബൾബിൽ നോക്കിയാൽ ഇപ്പോൾ അതിന് ശേഷമുള്ള ബൾബാണ്. ഇതിൽ നോക്കി രണ്ട് സൈഡിലും കറണ്ട് ഇല്ല, അപ്പോൾ അത് ഇവിടേക്ക് കറണ്ട് വരുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുന്നത്, ഏതിനാണ് ഫ്യൂസായി. അപ്പോൾ ആ ഒരു ബൾബ് നമ്മൾ ഇനി മാറ്റി മറ്റൊരു ബൾബ് ഇടുക, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്ത് കൊടുത്താൽ ഈ പ്രശ്നം തീരും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ ഇതിപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെടികളിലോ മറ്റേതിലൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊന്നും താഴെ ഇറക്കൊന്നും വേണ്ട. നമുക്ക് വെറുതെ അടുത്തോടെ കൊണ്ടുപോയാൽ തന്നെ ബൾബ് എവിടെയാണ് പ്രശ്നം എന്ന് അവിടെയൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല, കണ്ടില്ല, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് അടുത്തോടെ കൊണ്ടുപോയാൽ മതി. ഈ ബസറും ലൈറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാം. മറ്റു ഡസ്റ്റ് സാധനങ്ങളൊക്കെ വളരെ കാണാനും ബസറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമമാണ്. ഇത് വളരെ ഈസിയാണ്. ഇത് നമ്മുടെ ഇത് സോളാറിൻ്റെ MPPT ചാർജ് കൺട്രോളറാണ്, ആശാ പവർ എന്നുള്ള ബ്രാൻഡിൻ്റെ. ഇപ്പോൾ 2 ചാർജ് കൺട്രോളറോട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇപ്പം നല്ല മഴയാണ്, ഇതിനകത്ത് ഇപ്പോൾ നോക്കിയാൽ ഇത് ചാർജ് ഉണ്ട്, വോൾട്ടേജ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ചാർജ് കയറുന്നൊന്നുമില്ല. ചാർജ് കയറാണെങ്കിൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സൺലൈറ്റ് ഉണ്ടെന്ന് മാത്രം, മഴ നല്ലപോലെ ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാലും ഇപ്പോൾ വീട്ടിലെല്ലാം വർക്ക് ചെയ്യുന്നത് സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ AC മെയിൻ ലൈൻ ഇവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, NCB ഓഫാണ്. ഇതിനകത്തേക്ക് ഇൻവെർട്ടറിക്ക് കറണ്ട് കൊടുക്കണമെന്നില്ല. കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കിയാൽ നമ്മുടെ AC KCB ലൈനിൽ നിന്നായിരിക്കും. പക്ഷെ അതൊന്നും ഓൺ ചെയ്തിട്ടില്ല. ഇത്രയും മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്, ഓഫ് ഗ്രിഡ് സംവിധാനമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന ഇതിപ്പോൾ 2 സെറ്റ് പാനലാണ് വരുന്നത്. അപ്പോൾ 2ന്റെ MCB ആണ്. അപ്പോൾ അതിലൊരു MCBയിൽ നമുക്ക് നോക്കാം ഇതിനകത്ത് എത്ര കറണ്ട്. സോളാർ പാനലിൽ നിന്ന് വരുന്ന കറണ്ടാണ്. DC 0.5 ആംപിയർ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് വെറുതെ ലൈറ്റിൻ്റെ ചാർജ് 2 ആംപിയറിന് മുകളിൽ ചാർജ് കയറുണ്ടെങ്കിൽ ഇവിടെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 2 ആംപിയറിന് താഴെയാണ്, അപ്പോൾ 0.5 ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് ഈ ചാർജ് കൺട്രോളർക്ക് വരുന്ന പാനലിൽ നിന്ന് വരുന്ന ലൈനാണ് ഇത്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് പോകുന്നത് ബാറ്ററിയിലേക്ക് പോകുമ്പോൾ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ബാറ്ററിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് ഈ 0.5 ആംപിയറിനെ 3.6 ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, കുറച്ച് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇങ്ങനത്തെയുള്ള ചാർജ് കൺട്രോളിൻ്റെ മെച്ചെന്ന് പറഞ്ഞാൽ അത് ഒരു 3 ആംപിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഇൻപുട്ടാണ്. ഇതാണ് ബാറ്ററിയിൽ നിന്ന് വരുന്ന പാനലിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ലൈൻ. ഇൻപുട്ട് ലൈനിൽ 0.5 ഉള്ളൂ. ഇത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ആകുമ്പോൾ അത് 3 വോൾട്ട് ആംപിയറിൽ കൂടുതലാക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ക്ലാമിയറ്റർ ഇതിനൊക്കെ ചിലപ്പോൾ കാലിബ്രേറ്റ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. ഇതിലുള്ളത് കറക്റ്റ് ചിലപ്പോൾ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കാലിബ്രേറ്റ് ചെയ്യുക. അതുപോലെ AC ലൈൻ ആണെങ്കിൽ നമുക്ക് എത്ര ഇതിലേക്ക് കറണ്ട് പോകുന്നുണ്ടെന്ന് നോക്കണമെങ്കിലും അപ്പോൾ AC ഇവിടെ വരുന്നില്ല. ഇൻവെർട്ടറിന് നമുക്ക് അവിടെ നിന്ന് നോക്കാം. ഇതിപ്പോൾ AC ഇൻവെർട്ടറിൽ നിന്ന് ഔട്ട് പോകുന്നതാണ്, AC സപ്ലൈ ആണ്. അപ്പോൾ AC നമ്മൾ ഇതിപ്പോൾ കാണിക്കേണ്ട AC ആണ് 1.3 ആംപിയർ. 1.3 ആംപിയർ ആണ് ഇതിപ്പോൾ AC. ഇതിൽ നിന്ന് AC വോൾട്ട് ആംപിയർ എത്ര ഉപയോഗിക്കേണ്ടതെന്നാണ് ഈ കാണുന്നത്. 1.3 ആംപിയർ ഇതിലിപ്പോൾ ലോഡ് വീട്ടിൽ ഉപയോഗിക്കുന്ന ലോഡാണ്. അതിപ്പോൾ TV വർക്കിൻ്റെ 1-2 ലൈറ്റ് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ, കാര്യമായ ലോഡൊന്നും ഇതിൽ ഇപ്പോൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലങ്ങനെ AC DC എല്ലാം നമുക്ക് ഒറ്റ മീറ്ററിൽ തന്നെ നമ്മൾ. അപ്പോൾ AC ആംപിയർ ഉള്ള ഇതിപ്പോൾ ബാറ്ററിയുടെ ലൈനാണിത്. ഇത് DC ആണ്. അപ്പോൾ അത് നമ്മളതൊന്ന് മാറ്റി DCയിലേക്ക് മാറ്റണം. ആംപിയർ DC. അപ്പോൾ ഇത് ബാറ്ററി എത്ര കറണ്ട് ഇതിപ്പോൾ മൊത്തത്തിൽ 2 ടോട്ടൽ പാനല് എല്ലാ പാനലും കൂടി 14 ആംപിയർ ഇപ്പോഴും ഇതിനകത്ത് കറണ്ട് ചാർജ് കയറുന്നുണ്ട്. ഇതിൽ DC അപ്പോൾ മൈനസ് ആണ്. അപ്പോൾ ഇവിടെ ഇട്ട് പ്ലസ് ചെയ്യുക. ഇപ്പോൾ 15 ആംപിയർ കറണ്ട്. ഇപ്പോൾ അന്തരീക്ഷം നോക്കിയാൽ മൊത്തത്തിൽ വെളിച്ചമൊന്നുമില്ല, മഴ പെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 15 ആംപിയർ 2 പാനലിലും കൂടി ഇപ്പോൾ 15 ആംപിയർ കറണ്ട് കയറുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതേ തന്നെ നമുക്ക് ഒരു ഏരിയ തന്നെ നമുക്ക് ACയും കൂടെ ഇതിൽ നോക്കാനും പറ്റും. DC ഇപ്പോൾ 1.3 ആംപിയർ കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മീറ്റർ ആകുമ്പോൾ നമുക്ക് ACയും DC എല്ലാം നമുക്ക് നോക്കാൻ പറ്റുന്ന
ടൂൾ തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ സാധാ മൾട്ടിമീറ്ററിൽ ഇതൊന്നും പറ്റില്ല. നമുക്ക് ഈ ക്ലം മീറ്ററിൽ തന്നെ ഇതൊക്കെ ഈ ആംബിയർ AC DC ഒക്കെ കൂടയിലുള്ള ആംബിയർ ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും. അപ്പോൾ നല്ല വെയിലുള്ളപ്പോൾ 40-50 ആംബിയർ ഒക്കെയാണ് ഇതിൽ ചാർജ് കയറാറ്. നമുക്ക് ഇതിനകത്തുനിന്ന് 10 ആംബിയർ ഒക്കെ വരണുള്ളെങ്കിലും അത് 40 ആംബിയർ ഒക്കെ ആക്കിയിട്ടാണ് ഈ ചാർജ് കൺട്രോളർ കൺവേർട്ട് ചെയ്തിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചാർജിങ് നടക്കും. നോർമൽ ചാർജ് കൺട്രോൾ ഇതിലാണെങ്കിൽ അത്രയധികം ബൂസ്റ്റ് ചെയ്യില്ല. അത് നല്ലപോലെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയം വെയിലുള്ളതെന്നുണ്ടെങ്കിൽ പോലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ആയി കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.